ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഹോർമൂസ് കടലിടുക്കാണ് ഇപ്പോൾ എല്ലായിടത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി ഇന്ത്യയിൽ നിന്നും എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയിൽ നിന്നും എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാം എന്നുള്ള ഒരു ഇളവ് അനുവദിച്ചു. ഈ ഇളവ് അനുവദിച്ചെങ്കിലും ഇന്ത്യ ആ ഇളവും കാത്തു നിൽക്കുന്ന ഒരു രാജ്യമല്ല എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇന്ത്യ കഴിഞ്ഞ ഫെബ്രുവരി എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇളവ് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തയുടെ സത്യാവസ്ഥ നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം അമേരിക്ക പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് പ്രശംസിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കാൻ തീരുമാനിച്ച ഇന്ത്യക്ക് പ്രശംസകൾ ഞങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വേറൊരു വലിയ പ്രസ്താവന ഉണ്ടാകുന്നു. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. അമേരിക്ക അത് തുറന്നു പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയെ വളരാൻ അനുവദിക്കില്ല. ഇന്ത്യ വളർന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭീഷണിയാണ്. ഒരു 20 വർഷം മുമ്പ് ചൈനയോട് ചെയ്ത തെറ്റ് ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു സൂചനയായിരുന്നു. കാരണം ഇന്ത്യ ഇപ്പോ റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുക എന്നുള്ള ഒരു സാധനമുണ്ടല്ലോ, ആ എണ്ണ ഇന്ത്യയെ റഷ്യയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കും റഷ്യക്കുമായിരിക്കും എന്ന് പല ആൾക്കാരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റോബർട്ട് കിയോസാക്കി, ലോകത്തിലെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട പുസ്തകമായിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ്, ആ പുസ്തകം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യണം. കാരണം അത് വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി തന്നെ മാറിപ്പോകും എന്നുള്ളതാണ്. ആ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ റോബർട്ട് കിയോസാക്കി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ റോബർട്ട് കിയോസാക്കി പറയുന്നത് ഈ യുദ്ധം കൊണ്ട് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന 3 രാജ്യങ്ങളുണ്ട്. ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോർമലി, രണ്ടാമത് റഷ്യ, മൂന്നാമത് അദ്ദേഹം ഒരു പേരെഴുതി ഇന്ത്യ എന്നാണ് പേരെഴുതിയത്. അത് വലിയ രീതിയിൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാം. കാരണം ഇന്ത്യക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ സാധിക്കും? ഇന്ത്യ ഏതൊരു പ്രതിസന്ധിയെയും നരേന്ദ്രമോദിക്ക് നേരെ എറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെ എറിയുന്ന ഏത് കല്ലും എടുത്ത് ഒരു രാമസേതു കെട്ടി നമ്മൾ ശ്രീലങ്കയിലേക്ക് ഒരു പാലം ഇട്ടതുപോലെ നമ്മൾ വിജയത്തിന്റെ പടവുകളാക്കി മാറ്റി വിജയത്തിലേക്ക് കുതിക്കുകയാണ്. കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. കോവിഡ് വന്നപ്പോൾ തകർന്നു പോകുന്ന കല്ല് നമ്മൾ വാക്സിൻ ഉണ്ടാക്കി. അതാണ് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് കൊണ്ടൊരു ശില്പം ഉണ്ടാക്കി ആ ശില്പത്തിൽ പൈസ വെച്ച് നമ്മൾ ആളെ കയറ്റും. എന്നിട്ട് നമ്മൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുക. അപ്പൊ അമേരിക്കയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അമേരിക്ക ഇപ്പോ ഇന്ത്യക്ക് വീണ്ടും താരിഫുമായിട്ട് രംഗത്തെത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വരികയാണ്. ഒരു തരത്തിലും നമ്മളെ വളരാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ സിറ്റുവേഷൻ? എന്താണ് അമേരിക്കയുടെ പുതിയ പ്ലാൻ? ഇത് ഇന്ത്യ മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്, ചൈനയെ ബാധിക്കുന്നുണ്ട്, ജപ്പാനെ ബാധിക്കുന്നുണ്ട്. 16 രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ആണെങ്കിൽ പോലും ഇതിനകത്ത് 60ഓളം രാജ്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 1974 US ട്രേഡിംഗ് ആക്ട് സെഷൻ 301 പ്രകാരമുള്ള ഒരു നിയമമാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയൊക്കെ മൂലം ഒന്ന് പതുങ്ങിയിരിക്കുകയാണ് ട്രംപ്. കാരണം അതിന്റെ വിധിയൊക്കെ പുള്ളിക്ക് തിരിച്ചടിയായിട്ടുള്ള. അതുപോലെയല്ല ഈ നിയമം. കാരണം ഈ നിയമം ഇത് നടപ്പാക്കാൻ എളുപ്പമാണ്. ഈ നിയമം അനുസരിച്ചിട്ട് ചില രാജ്യങ്ങളിലെ ചില ഉൽപ്പന്നങ്ങൾക്ക് അമിത തീരുവ ചുമത്തുകയോ അവ നിരോധിക്കുകയോ അവയെ തടയാനോ അമേരിക്കയ്ക്ക് കഴിയും. ഇതാണ് ചൈനയെ അടുത്ത് നടത്തിയ തെറ്റ് ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം. അതും കൂടെ ഇതുകൊണ്ട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ താരിഫ് ചുമത്താനുള്ള ചില നിബന്ധനകൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, സ്ഥിരമായിട്ടുള്ള വ്യാപാര മിച്ചം ഉള്ള രാജ്യങ്ങൾ. 2, സർക്കാർ സബ്സിഡിയുള്ള പ്രൊഡക്റ്റുകൾ. 3, സർക്കാർ ഉടമസ്ഥതയിൽ പുറത്തിറങ്ങുന്ന പ്രൊഡക്റ്റുകൾ. പിന്നെ 4, അടിച്ചമർത്തപ്പെടുന്നവരുടെ വേതനം ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ. 5, ദുർബലമായ തൊഴിൽ പരിസ്ഥിതിയിൽ പുറത്തിറക്കുന്ന പ്രൊഡക്റ്റുകൾ. 6, പരിസ്ഥിതി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രൊഡക്ഷൻസ്. 7, കറൻസി, എങ്ങനെയാണ് ഇവർ ഈ ഉൽപ്പന്നങ്ങൾ വിവിധ രാജ്യങ്ങളായിട്ട് ഇവർ ട്രേഡ് ചെയ്യുന്നത്, ഇത് അടിസ്ഥാനമാക്കുകയാണ്. ഇതിപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് മനസ്സിലാകുമെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് ലളിതമാക്കിയിട്ട് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. ഇത് സ്ഥിരമായ വ്യാപാര മിച്ചം, അതായത് നമ്മൾ രണ്ടും കൂടെ ബിസിനസ് ചെയ്യുന്നു, എനിക്ക് സ്ഥിരമായ വ്യാപാര മെച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തടയാൻ കഴിയും. അതായത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 1-2 ഉൽപ്പന്നങ്ങൾ കാണുമല്ലോ, സ്ഥിരമായി ഞാനത് കയറ്റി വിടുകയും ചിലപ്പോൾ വസ്ത്ര വിപണി ആയിരിക്കാം, അല്ലെങ്കിൽ മത്സ്യ വിപണി ആയിരിക്കാം. അതിലെനിക്ക് സ്ഥിരമായി എനിക്ക് ലാഭവും
ധനുഷിന് അത് വ്യാപാരം മിച്ചമാകും. നമ്മൾ ഈ വ്യാപാര മിച്ചം രണ്ടിടത്തും ഈക്വൽ ആകുമ്പോഴാണല്ലോ വ്യാപാരം ഈക്വൽ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതി ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ അതിന് ഈക്വൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടാം. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം നിലവിൽ തന്നെ ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ മിച്ചമാണ്, അമേരിക്കക്ക് ഇങ്ങോട്ടേക്കുള്ള ഇറക്കുമതി കുറവാണ്. അപ്പൊ ഒന്നത്. രണ്ടാമത്തെ, സർക്കാർ സബ്സിഡി. ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, നമ്മുടെ ഇലക്ട്രിക് കാറിനൊക്കെ നമ്മൾ അതിന്റെ ഈ ചില ഐറ്റംസിന് ബാറ്ററി അങ്ങനെയുള്ള ഐറ്റംസിന് സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് ഈ കാർ കമ്പനികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത് ഈ അടുത്ത് നിതിൻ ഗഡ്കരി പറയുന്നുണ്ടായിരുന്നു, സർക്കാർ കൊടുക്കുന്ന ഈ സബ്സിഡി ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനാണ് നൽകുന്നത്, അല്ല നിങ്ങളുടെ കാർ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കാനല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ സബ്സിഡി മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ, അതായത് സർക്കാർ സഹായത്തോടു കൂടി, അതായത് സർക്കാരിന്റെ സബ്സിഡിയിൽ കൂടിയാണല്ലോ ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് നഷ്ടമില്ലാതെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ അത് ഞങ്ങളുടെ രാജ്യത്തുകൊണ്ട് വിറ്റ് പൈസയാക്കാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ വലിയ താരിഫ് ചുമത്തും എന്നാണ് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു. ഇന്ത്യൻ സർക്കാർ സബ്സിഡി ഉപയോഗിച്ച് നടത്തുന്ന പ്രൊഡക്റ്റുകൾ ലോക രാജ്യങ്ങളിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. മൂന്നാമത്, സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻസ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം വഴി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് ചുമത്താൻ കഴിയും. ഒപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെ വേതനം. അടിച്ചമർത്തപ്പെട്ടവരുടെ വേതനം എന്ന് പറയുമ്പോൾ ഇപ്പം അത് നമ്മുടെ രാജ്യത്ത് ബാധകമാകില്ലായിരിക്കും ഒരു പക്ഷെ. കാരണം അത് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളൊക്കെയാണ് ഈ സോളാർ പാനലും മറ്റുമൊക്കെ ചൈനയിൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള സോളാർ പാനലുകൾ അവർ നിരോധിച്ചിരിക്കുകയാണ്, വേണ്ടാന്ന്. കാരണം ഉയ്ഗൂർ മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് നിർബന്ധിതമായി അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ അവർ കൂടുതലായി ഉണ്ടാക്കുന്നത്. ലോകത്ത് ഈ സോളാർ പാനലുകളുടെ ഒരു രാജാവ് എന്ന് പറയുന്നത് ഇപ്പോഴും ചൈന തന്നെയാണ്. അപ്പൊ അമേരിക്ക അത്തരത്തിലുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഇന്ത്യയിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ തൊഴിൽ അവസരങ്ങളുണ്ടെങ്കിൽ തൊഴിലാളികളുമുണ്ട്. ഇനി അടുത്തത്, ദുർബലമായ തൊഴിൽ പരിസ്ഥിതി. അതായത് ദുർബലമായ തൊഴിൽ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടത്ര ഈ എന്താണ് അവരുടെ ആനുകൂല്യങ്ങൾ നൽകുക, അതിലേക്ക് PF, ESI ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവരെ കൊണ്ട് എടുപ്പിക്കുന്ന, അതായത് ഒരു മോശം കാലാവസ്ഥയിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കുക. അതായത് അവർക്ക് ഇപ്പൊ കിടക്കാൻ പറ്റാത്ത ഈ ലേബർ ക്യാമ്പുകളൊക്കെ തന്നെ വളരെ വൃത്തികെട്ട ലേബർ ക്യാമ്പുകളിലും മറ്റുമൊക്കെ ഇവരെ കിടത്തി അവരെ ഇതായിട്ട് പണിയെടുപ്പിക്കുക, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ. അടുത്ത ഉൽപ്പന്നമാണ് പരിസ്ഥിതി മാനദണ്ഡങ്ങൾ. ഇത് കുറച്ച് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ഒരു കാര്യമാണ്. ഈ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ നമുക്കറിയാം, ഈ ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ പോകുന്ന പുകയുടെ അളവ് നോക്കിയാൽ പോലും പരിസ്ഥിതി മലിനപ്പെടുത്തുന്നതാണ്. പുക മാത്രമല്ല, മലിനജലം, ഈ ഒഴുക്കി വിടുന്ന മലിനജലമാണെങ്കിൽ പോലും ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഒരെണ്ണത്തിനകത്ത് പണി കിട്ടും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യത്തിനും അസാധ്യമായ കാര്യമാണ്. ഈ ഇത്രയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആർക്കും പ്രൊഡക്ഷൻ അമേരിക്കയ്ക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ലോകത്ത് ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ താരിഫ് ചുമത്തുകയോ ഈ ഉൽപ്പന്നം ഇപ്പൊ ഈ ചൈനയുടെ സോളാർ പാനലൊക്കെ വേണ്ടെന്ന് വെച്ചതുപോലെ നിരോധിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വ്യാപാര ബന്ധത്തെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വസ്ത്ര വ്യാപാരമൊക്കെ എന്ന് പറഞ്ഞാൽ തിരുപ്പൂരും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. വസ്ത്ര വ്യാപാരത്തിൽ ഒരു ഫാക്ടറി നല്ലല്ലോ ഒരു ഡ്രസ്സ് ഉണ്ടായി വരുന്നത്. അതിന്റെ ചെറിയ ചെറിയ ഐറ്റംസ് തൊട്ട് കുടിൽ വ്യവസായം പോലൊക്കെ വളരുന്ന ഒരുപാട് സാധനമാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന പരിസ്ഥിതിയും ഒപ്പം തന്നെ ഈ ദുർബലമായ തൊഴിൽ പരിസ്ഥിതിയും ഇതെല്ലാം ഇതായിട്ട് വരും. ഇതെല്ലാം കൂടി നോക്കുക എന്നുണ്ടെങ്കിൽ, അപ്പൊ അതായത് വേറൊന്നുമല്ല, ചുരുക്കി പറഞ്ഞാൽ താരിഫിന്റെ ഭീഷണി പുതിയ രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ അമേരിക്ക ബന്ധത്തില് ഇപ്പൊ പുതിയ വ്യാപാര ചർച്ചയുടെ ഇപ്പൊ വരും. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രംപ് വ്യാപാര ചർച്ചയിലേക്കായിരിക്കും അടുത്ത് തിരിയുന്നത്. ഇനി ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് പുള്ളി പോരിനിറങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു റെസ്റ്റ് വേണമല്ലോ, ഒരു യുദ്ധം കഴിയുമ്പോഴത്തേനും ഒരു റെസ്റ്റ് വേണം. പുള്ളി റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ അടുത്ത അടിക്ക് പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് തയ്യാറെടുക്കത്തുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ വിനോദങ്ങൾ വേണമല്ലോ, ഒരു ഗെയിം. കാരണം എന്താണ്, പുള്ളി വെറുതെ ഇരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമിൽ ആക്റ്റീവ് ആണ് പുള്ളി. അപ്പൊ ഇത് കഴിയുമ്പോൾ അടുത്ത പുള്ളിക്ക് വ്യാപാര യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ ഈ താരിഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി പിന്നെ അതിനകത്ത് ഫൈറ്റ് ചെയ്ത് കുറച്ചാൾ പോകുന്നു. അതിനുശേഷം അതുകൊണ്ടാണ് മുമ്പ് അജിത് ഡോവൽ പറഞ്ഞ കാര്യം, ഈ ഭരണം മാറുന്നവരെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നു. കാരണം ഇങ്ങനെയുള്ള ഭരണം തീരുന്നവരെ ഇതിനൊക്കെയുള്ള ഈ 2028 അവസാനം. അപ്പം ഈ 29 പുതിയ സർക്കാർ അധികാരത്തിൽ. അപ്പം ഇത് മാറുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ഇദ്ദേഹം ഇപ്പൊ ഇത് കഴിച്ചു, ഈ യുദ്ധം കൊണ്ട് അവസാനിച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് അടുത്ത പണിക്കുള്ളതായി ഈ താരിഫ് അതിന്റെ വിഷയം വരുന്നത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ അതേപോലെ പോകുന്നില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ
ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇനി പഴയതുപോലെ നിൽക്കും എന്ന് തോന്നുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം നീണ്ടുപോയാൽ ഇദ്ദേഹത്തിന്റെ ഈ പ്ലാനുകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ലോകരാജ്യങ്ങളൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനിടയ്ക്ക് താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, ഇറാനുമായിട്ടുള്ള യുദ്ധം തീർന്നു, അടുത്ത യുദ്ധം ലോകരാജ്യങ്ങളുമായിട്ട് പുള്ളി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതാണ്, അതായത് ഈ യുദ്ധം ഇപ്പൊ തീരും, അടുത്ത യുദ്ധത്തിന് ഞാൻ മുന്നറിയിപ്പ് നൽകി കഴിയുന്നു. പഴയ പോലെ, അതായത് ഇറാനുമായിട്ടുള്ള വാർ നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? താരിഫ്, ഭീഷണി. ഇടയ്ക്ക് രാവിലെ വരുമ്പോൾ ഇന്ത്യക്ക് 50% താരിഫ് പറയുന്നു, വൈകുന്നേരം ആകുമ്പോൾ പറയുന്നു 18% പറയുന്നു, പിന്നെ 10 ആക്കുന്നു, പിന്നെ 15 ആക്കുന്നു. എന്താണെന്ന് ഒരു ഉറപ്പുമില്ല. അവിടെയാണ് ഇന്ത്യ ഈ വ്യാപാര ചർച്ചയുമായിട്ട് വലിയ ഇതായിട്ട് മുമ്പോട്ട് പോകാഞ്ഞത്. കാരണം ഒരു ഉറപ്പില്ല. കാരണം ഇതിപ്പോ വൈകുന്നേരം ഈ നമ്മൾ കരുതും 10% നമ്മൾ ഹാപ്പി ആയിട്ട് പോകും, അങ്ങനെ ശരി ഇപ്പൊ തന്നെ രാത്രി തന്നെ പ്രൊഡക്ഷൻ ഒക്കെ റെഡിയാക്കിയിട്ട് നാളെ രാവിലെ നേരം വെളുത്ത് ഉറക്കം എഴുതാകുമ്പോൾ കേൾക്കുന്നത് അത് 25% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ, ഒരു വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം അടുത്ത യുദ്ധത്തിന് എന്താണ് പറയുന്നത്, വിസിൽ ഊതിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിന് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഇറാൻ യുദ്ധം തീർന്നാലും ട്രംപിന്റെ ഭീഷണി ലോകത്ത് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു നിയമവും അല്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ നിയമമാണിത്. അത് അവർ കർശനമായി നടപ്പാക്കി കഴിഞ്ഞു. ഇത് മുമ്പ് അവർ ചൈനയ്ക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചൈനയ്ക്കെതിരെ ഈ നിയമം അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ തടയിടാൻ കഴിയില്ല. കാരണം ഈ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് കേൾക്കുമ്പോഴും ന്യായമുള്ള മാനദണ്ഡങ്ങളല്ലേ അവർ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് യുദ്ധം അവസാനിക്കുന്നില്ല, തുടരുകയാണ്.